ഇപ്പൊ സമയം 8 PM. ഇന്ന് കുറച്ച് അധികം സന്തോഷത്തിലാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. എന്റെ സന്തോഷത്തിന്റെ കാര്യം രണ്ടാണ്. ഒന്ന്, നമ്മൾ നൈറ്റിലേക്ക് ഒരു മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. സിനിമയെല്ലാം കഴിഞ്ഞ് വന്ന് പാതിരാത്രി കിടന്ന് ഉറങ്ങി നാളെ രാവിലെ എഴുന്നേറ്റ് കുക്കും ചെയ്ത് ഡ്യൂട്ടിക്ക് പോകാന്നുള്ളത് കുറച്ച് മടിയുള്ള കാര്യമാണ്. അപ്പൊ രണ്ടാമത്തെ സന്തോഷം, നാളെ ഓഫ് ആണ്. അപ്പൊ വന്ന പാടെ ഫുഡ് അങ്ങ് കഴിച്ചേക്കാന്ന് വെച്ചു. എന്റെ കെട്ടിയോ നേരത്തെ വർക്ക് കഴിഞ്ഞ് എത്തിയത് കൊണ്ടും വന്ന ഉടനെ ഫുഡ് കഴിച്ചത് കൊണ്ടും ആൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫുഡ് അടിയും കഴിഞ്ഞ് ഓടിപ്പോയി കുളിക്കാൻ പോയ ഗ്യാപ്പിൽ ഇടാനുള്ള ഡ്രസ്സൊക്കെ അളങ്ങാൻ ചെയ്തു. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹെൽമെറ്റ് ഉപയോഗം കാരണം പോയ ഫ്രണ്ട് ഏരിയനെ കവർ ചെയ്യാൻ ചിലപ്പോഴൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഇത്. പിന്നെ തിയേറ്ററും സിനിമയും ഏതായാലും എന്റെ കയ്യിൽ മസ്റ്റാവായിട്ടുണ്ടാകുന്ന 2 ഐറ്റമാണ്. ഒന്ന് സോക്സും 2 സ്വെറ്റർ. ഞാൻ എന്നെ തന്നെ ഒരു കംഫർട്ട് സോണിലാക്കും, എങ്കിലും എനിക്ക് സിനിമ ആസ്വദിക്കാൻ പറ്റൂ. പിന്നെ രണ്ടുപേരും ഒരുങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ഷോയും കാണിച്ച് കുറച്ച് ഫോട്ടോസും എടുത്ത് ഞങ്ങൾ വീട്ടിൽ ഇറങ്ങി. ഒബ്രോമാളിലാണ് കേട്ടോ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നിടത്ത് അങ്ങോട്ടേക്ക് ഒരു 6 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ. അന്ന് ഇടയ്ക്കിടെ പെയ്തോണ്ടിരുന്ന മഴ ഒരു 10 മിനിറ്റ് നിന്ന് കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് മാളിന്റെ പാർക്കിംഗ് ഏരിയ മറ്റൊരിടത്തേക്ക്. ഇവിടെ വരുന്നവർക്കറിയാം 2 വീലർ പാർക്ക് ചെയ്ത് കുറച്ചങ്ങോട്ട് നടക്കണം മാളിലെത്തി. പക്ഷെ ഇതിപ്പോ സുഖമായി. വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ നേരെ കയറി ചെല്ലുന്ന ഗ്രൗണ്ട് ഫ്ലോറിലേക്ക്. കയറി ചെന്നപ്പോഴേ കുറച്ച് അടിപൊളി സാരി കളക്ഷൻ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയെങ്കിലും അതിന്റെ വില കണ്ടപ്പോൾ അവിടെ നിന്ന് പോകും. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞോട് നടക്കുന്നത് ഇവിടെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ടോപ്സ് ഒക്കെ കാണുമ്പോൾ അതൊന്ന് എടുക്കാൻ കയറിയാലൊന്നും ചോദിക്കാറുണ്ട്. അപ്പൊ സ്നേഹനിധി എന്റെ കെട്ടിയോൻ പറയും അതിനുവേണ്ടി മാത്രം ഒരു ദിവസം നമുക്ക് ഇനി വരാം, ഇപ്പൊ നിന്ന സിനിമയ്ക്ക് പറഞ്ഞും കേട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ശീലമായി. സുമതി വളവ് കാണാനാണ് നമ്മൾ പോയത്. നല്ല മൂവി ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 12:45. നാളെ ഓഫ് ആണെന്നുള്ള അഹങ്കാരം കുറച്ച് അധികം ഉണ്ടായിരുന്നതുകൊണ്ട് രാത്രി ഞങ്ങൾ ഇരുന്ന് ക്യാരംസ്. എന്റെ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ടും ആൾക്ക് കുറച്ച് മാത്രമേ അറിയാവുന്നുള്ളത് കൊണ്ടും ഞങ്ങളുടേതായ റൂൾസിലാണ് ഞങ്ങളുടെ ഗെയിം. അന്ന് ഉറങ്ങാൻ ഏകദേശം 3 മണി ആയതുകൊണ്ട് പിറ്റേ ദിവസം എഴുന്നേക്കാൻ കുറച്ച് അധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓഫ് കിട്ടിയാൽ ചെയ്തു തീർക്കാൻ കുറച്ച് അധികം കാര്യങ്ങളുണ്ടായിരുന്നു. അതിനിടയിൽ എന്റെ ഒരു കൊളീഗ് എന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് കൊതിപ്പിക്കുന്ന മഞ്ജുവാരൊക്കെ വന്ന് കഴിക്കുന്ന യൂട്യൂബിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു വീട്ടിലൂണ് കഴിക്കാൻ വന്നു. നല്ല ഫുഡായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിച്ചൊരുങ്ങി വീണ്ടും പോയി ഓരോരോ സ്ഥലത്ത് പോസ്റ്റ് അടിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ അന്നത്തെ ദിവസം അങ്ങ് കഴിഞ്ഞു. നാളെ മുതൽ വീണ്ടും പഴയ പോലെ.